Hi friends, so welcome all. So നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ ലാസ്റ്റ് ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ് പറയാനുള്ളത്. ഓക്കെ, സോ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന അതിൻ്റെ ഈ സബ്സ്ക്രിപ്ഷൻ എന്നത് ഒരു പെക്യുലർ ഐറ്റം ആയിരുന്നു. അതിൻ്റെ കൂടെയുള്ള ചില ഐറ്റംസ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മീനിങ് കാര്യങ്ങൾ. ഓക്കെ, സോ സ്പെഷ്യൽ ഫണ്ട് അങ്ങനെയുള്ള കുറച്ച് കേസുകളൊക്കെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. സ്പെഷ്യൽ ഫണ്ട്, ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ, അതേപോലെ തന്നെ എൻഡോമെൻറ്റ് ഫണ്ട്. ഓക്കെ, സോ ടുഡേ I would like to begin with endowment fund. So what's it? Endowment fund, right? Endowment fund. Okay. Okay. So ഈ endowment fund എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, a particular or peculiar type of fund arising out of a bequest. Bequest means ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്നൊരു ടേമാണ്. നമ്മൾ ഒസ്യത്ത് എന്നൊക്കെ പറയില്ല, ഒസ്യത്ത് മീൻസ് മരണശാസന. ഓക്കെ, മരണശാസന, അതായത് നമ്മൾ മരിക്കാനൊക്കെ ഒരാൾ മീൻസ് ലാസ്റ്റിൽ ഇപ്പോൾ വേറെ റിലേറ്റീവ്സ് കാര്യങ്ങളൊന്നും കൂടുതലൊന്നും ഇല്ലാത്ത ആളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഉള്ള ആളുകളാണെങ്കിൽ പോലും ചില ചാരിറ്റീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ആളുകൾ അവർ ആ ഒരു സമയത്ത് അവർ ഇങ്ങനെ പറയും അല്ലേ, എൻ്റെ ഇത്ര പോർഷൻ ഇന്നേ ക്ലബിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യണം, ആ ക്ലബിൻ്റെ ഇന്നേ പർപ്പസ്. ക്ലിയർ? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻ ദ ഫോം ഓഫ് ഗിഫ്റ്റ് ഓർ ബെക്വസ്റ്റ്. ഓക്കെ, ബെക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസ്യത്ത് അല്ലെങ്കിൽ മരണശാസന എന്നൊക്കെയാണ് അതിൻ്റെ എക്സാക്റ്റ് മലയാളം വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ദ ഫോം ഓഫ് എ ഗിഫ്റ്റ് നമ്മുടെ ക്ലബിന്, അല്ലെങ്കിൽ ക്ലബ്ബ് നോട്ട് ഓൺലി ദി ക്ലബ്ബ്, വാട്ട് എവർ മേ ബി ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, ഏത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഇൻ ദ ഫോം ഓഫ് ഗിഫ്റ്റ് ആൻഡ് ബെക്വസ്റ്റ് കിട്ടുന്ന ആ ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മളിത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വിഷയം. എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടാസ്കിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, സ്പെസിഫിക് ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എൻഡോമെൻറ്റ് ഫണ്ട്. അങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യുക? ഇത് ആ ഫേമിനെ സംബന്ധിച്ച്, ആ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ലാബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഓക്കെ നമ്മളിത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടിത് പറയും. ഓക്കെ, എവിടെ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ടിത് എവിടെ എടുക്കേണ്ടതെന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം എവിടെയാണ് വരുന്നതെന്നുള്ളത്. റൈറ്റ്? അപ്പോൾ ഇവിടെ ഓക്കെ അസറ്റ്സ്, ലാബിലിറ്റീസ്, അസറ്റ് ലാബിലിറ്റീസ്. ഓക്കെ, സോ ഈ ഒരു കോളത്തിൽ നമ്മൾ ലാബിലിറ്റീസ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഡോമെൻറ്റ് ഫണ്ട് എന്നുള്ള ഈ ഒരു ഐറ്റത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സോ ഇറ്റ് വിൽ ഫോം പാർട്ട് ഓഫ് റിസീറ്റ് സൈഡ്. റൈറ്റ്? Okay, so that's it about endowment fund. So the next item is grants from the government. ഓക്കെ, അതായത് ബോത്ത് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗ്രാൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലുള്ള വായനശാലകൾ അല്ലേ, അതേപോലെ തന്നെ അതർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, അങ്ങനെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷന് ഇത്തരത്തിലുള്ള ഗ്രാൻറ്റുകൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഗ്രാൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ട് പബ്ലിക് സ്കൂൾസ്, okay, so government hospitals, of course, hospitals. Okay, so government, what we are discussing, government grants. Okay, so government grants, right? സോ ഈ പബ്ലിക് സ്കൂളുകൾ അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റൽസ് ഇവരൊക്കെ മെയിൻലി അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഗ്രാൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഈ ഒരു ഗ്രാൻഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, മെയിൻ്റനൻസ് ഗ്രാൻഡ് മീൻസ് റവന്യൂ റിസീറ്റ്സ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ്, മേ ബി പെയിൻറ്റിങ് പർപ്പസിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ആയിട്ട്, മെയിൻ്റനൻസ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നോ പ്രോബ്ലം. ദാറ്റ് ഈസ് അതെന്താണ്, നമ്മളെ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കുള്ള റെസീറ്റാണ്, മീൻസ് ഇൻകമാണ്. അപ്പോൾ നമുക്കിത് വി ക്യാൻ ക്രെഡിറ്റ് ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വി ക്യാൻ ക്രെഡിറ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രം?
ദാറ്റ് ഈസ് മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ട് പ്രത്യേകം ക്വസ്റ്റ്യനിൽ അത് പ്രതിപാദിക്കും അല്ലേ. മീൻസ് എ ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം ദി ഗവൺമെൻറ് ഫോർ ദി മെയിൻ്റനൻസ് പർപ്പസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി അതിനെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇൻകം സൈഡിൽ നമ്മൾ ആ ഒരു വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യും. ക്ലിയർ. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സോ ഒരു സ്പെസിഫിക് പർപ്പസ് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസ് ഇപ്പോൾ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഓർ എക്സ്പാൻഷൻ ഓഫ് ദി ന്യൂ ബിൽഡിംഗ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ന്യൂ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദി എക്സ്പാൻഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദി ന്യൂ ബിൽഡിംഗ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മീൻസ് ആ ഒരു പെർട്ടിക്കുലറായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പറയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് ആണ് എന്ന് പറയാണ്. ഓക്കെ, നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡൊണേഷനൊക്കെ സ്പെസിഫിക് ഡൊണേഷൻ, ജനറൽ ഡൊണേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരുന്നതിന് നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും അത് നമ്മുടെ ലാബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം? ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാൻറ്റ് കിട്ടിയതെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് അതിനെ കൊണ്ടുപോകും? നമ്മൾ ലാബിലിറ്റീസിൽ ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ട്. ക്ലിയർ. അപ്പോൾ ആ ലാബിലിറ്റി സൈഡിൻ്റെ ഭാഗമാവുകയാണ് ആര് ചെയ്യുന്നത്? ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് ചെയ്യുന്നത്. ക്ലിയർ. സോ സപ്പോസ് ഇറ്റ് ഈസ് ഫോർ മെയിൻ്റനൻസ്. If it is meant for maintenance, should be credited to income and expenditure account. Okay, if it is provided for a specific task, a specific purpose, it should be considered at the time of preparation of balance sheet. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, മേ ബി ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഇത്തരത്തിലുള്ള കോളേജസ്, ഓക്കെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സബ്സിഡി കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മുടക്കുന്ന എമൗണ്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഗവൺമെൻറ് ബിയർ ചെയ്തുകൊണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവരുടെ ആക്ടിവിറ്റീസ് വളരെ എന്താ പറയുക ഈസി ആക്കാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി പ്രൊവൈഡ് ചെയ്യും. ഈ സബ്സിഡിയെയും നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? നമ്മൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് ട്രീറ്റ് ചെയ്തതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ ആ ഒരു വർഷത്തെ ഇൻകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗവൺമെൻറ് ഗ്രാൻറ്റ്സിൻ്റെ കേസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി 2 ടൈപ്സ്. എങ്ങനെയാവാം? മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് ആണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞ് നോക്കണ്ട, നമുക്ക് എവിടെ കൊണ്ടുപോകാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് കൊണ്ടുപോകാം, പ്ലേസ് ചെയ്യാം. ക്ലിയർ. ഇഫ് ഇറ്റ് ഈസ് മെന്റ് ഫോർ സ്പെസിഫിക് പർപ്പസ്, അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ഫോർ ബൈയിങ് എ ന്യൂ മോട്ടോർ കാർ, ഇപ്പോൾ സ്കൂൾസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഫോർ പർച്ചേസിങ് എ ബസ്, അല്ലേ, സ്കൂൾ ബസ്. അപ്പോൾ അത് സ്പെസിഫിക് ആണ്, നമുക്ക് അതിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകാം? നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻ്റെ കേസൊക്കെ പറഞ്ഞതുപോലെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റീസ്. ഓക്കെ, സോ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലാബിലിറ്റീസിൽ നമ്മളിവിടെ സ്പെസിഫിക് പർപ്പസ് എന്താണോ നമ്മുടെ സ്പെസിഫിക് പർപ്പസ്, ആ പർപ്പസിൻ്റെ ഹെഡിലേക്ക് നമ്മൾ എന്തിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക? ഈ ഒരു ഗവൺമെൻറ് ഗ്രാൻറ്റിനെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് ഏരിയ, ദാറ്റ് ഈസ് ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് സ്പെഷ്യൽ ഫണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പോർട്സ് ക്ലബ്, സപ്പോസ് ഇമാജിൻ ദാറ്റ് ഐ ആം എ മെമ്പർ ഇൻ എ സ്പോർട്സ് ക്ലബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ചില വർഷങ്ങളിൽ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും അല്ലേ. ചില ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ മാച്ച് ഇതൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം സെറ്റ് അസൈഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ എന്തായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ജനറലി യൂഷ്വൽ കേസിൽ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഫണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ അടുത്ത വർഷമാണ് നമ്മളെ പ്രോഗ്രാം വരുന്നത്, നമുക്കിപ്പോൾ ഫണ്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിങ്ങനെ ഐഡിയലായി കിടക്കല്ലേ. അപ്പോൾ ആ ഫണ്ട് എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് കിട്ടും? ഇൻകം കിട്ടും അല്ലേ, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സാധാരണ നമുക്ക് ഇൻകം കിട്ടി നമ്മൾ എന്താ ചെയ്യുക? വി വിൽ ക്രെഡിറ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഈ സ്പെഷ്യൽ ഫണ്ടിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഇൻകം, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാബിലിറ്റി സൈഡിൽ ആ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്ത് ചെയ്യുക? അതായത് ഇൻകം അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും.
തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ ഒരു മാച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യാം? നമുക്ക് എവിടെ കാണിക്കാൻ പറ്റില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ലൈക്ക് ദാറ്റ് വി വിൽ ഡിഡക്റ്റ് ഫ്രം ദി സ്പെഷ്യൽ ഫണ്ട്. ഈ ഒരു സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും? ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഡിഡക്റ്റ് ചെയ്ത്, അതായത് ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അങ്ങനെ ഡെബിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇഫ് ദ ബാലൻസ് ഓഫ് സ്പെഷ്യൽ ഫണ്ട് ബിക്കം നെഗറ്റീവ്, ഇതൊരു നെഗറ്റീവ് ഫിഗർ ആയിക്കഴിഞ്ഞാൽ, വിച്ച് മീൻസ്, ചുരുക്കി പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10,000 സ്പെഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തു ഫോർ കണ്ടക്ടിങ് ടൂർണമെൻറ്റ് ഓർ മാച്ച് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 12,000 എക്സ്പെൻസ് വന്നു. സപ്പോസ് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ദർ ഈസ് എൻ എക്സസ് 2,000, നോട്ട് എക്സസ്, കുറവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻകം, നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ 12,000 റുപ്യ എക്സ്പെൻസ് വന്ന സമയത്ത് 2,000 റുപ്യ നെഗറ്റീവ് ഫിഗറായി. ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്തായി? നെഗറ്റീവായി. ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ, വളരെ റെയറായിട്ട് ഇങ്ങനത്തെ കേസ് വരാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്ലിയർ? ഇതിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഇതാണ് എക്സ്പെൻഡിച്ചർ സൈഡ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ, ബാലൻസ് ഓർ നെഗറ്റീവ് ഫിഗർ ഓഫ് സ്പെഷ്യൽ ഫണ്ട്. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് സ്പെഷ്യൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒന്നാമത്തെ കാര്യം ഇതിൽ വാട്ട് എവർ ദി ഇൻകം ഈസ് അറൈസ്ഡ് ഫ്രം ദി സ്പെഷ്യൽ ഫണ്ട്, ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദാറ്റ് സ്പെഷ്യൽ ഫണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മുടെ ആ ഒരു വർഷത്തെ ഇൻകമായിട്ട് കാണിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല. ഗോട്ട് ഇറ്റ്? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാട്ട് എവർ മേ ബി ദി എക്സ്പെൻസസ്, എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാലും അതും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാൻ പാടില്ല. വി ഹാവ് ടു ഡിഡക്റ്റ്. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഒരു കേസ് കൂടെ പറഞ്ഞത്, ഇൻ കേസ് ദി സ്പെഷ്യൽ ഫണ്ട് ബിക്കം നെഗറ്റീവ് ഫിഗർ, അതായത് നമ്മൾ ഫോം ചെയ്ത ഫണ്ടിനേക്കാൾ കൂടുതലാണ് അതുമായിട്ട് വന്ന എക്സ്പെൻസസ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. ഈ നെഗറ്റീവ് ബാലൻസ് നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഫണ്ടിൽ വെക്കാൻ വേണ്ടി സാധിക്കില്ല. അത് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഓവർ എക്സ്പെൻസസ് ആണ് അല്ലേ, റിഗാർഡ്സ് ടു എ പെർട്ടിക്കുലർ മാച്ച് ഓർ എനി സ്പോർട്സ് ഇവൻറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി. റൈറ്റ്? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്പെഷ്യൽ ഫണ്ട് കേസ്. അതായത് നമ്മളിതിൻ്റെ തിയറിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ വി വിൽ വർക്കൗട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടൂർണമെൻറ്റിൻ്റെ കേസൊക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഇൻ ഡീറ്റെയിൽ. സോ ദി ലാസ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് നമ്മൾ ഈ ഒരു ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഐറ്റംസിൽ അവസാനമായിട്ട് പറയാനുള്ളത് സ്റ്റേഷനറിയാണ്. സ്റ്റേഷനറി. ഓക്കെ, നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലബിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ, അതായത് ഇതിൻ്റെ മേ ബി ഒഫീഷ്യൽ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ വാട്ട് ഓൾ ദി സ്റ്റേഷനറി ഐറ്റംസ് നമ്മളത് മീൻസ് പർച്ചേസ് ചെയ്യും അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് സൈഡിൽ? ഇൻകം സൈഡിലാണോ? അല്ല, ഏത് സൈഡിൽ? ഏത് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറീസ് എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ക്ലിയർ? ഓക്കെ, സോ ഇൻകം rupees, expenditure ഓക്കെ. സോ ഇതിൽ സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ എന്ത് കൊടുക്കും? സ്റ്റേഷനറീസ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദി എമൗണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യൂഷ്വൽ പ്രാക്ടീസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്റ്റേഷനറീസ് ക്വസ്റ്റ്യനിൽ വരികയും അതിൻ്റെ കൂടെ അഡീഷണൽ ഇൻഫോർമേഷനായിട്ട്, എക്സ്ട്രാ ഇൻഫോർമേഷനായിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരികയാണെങ്കിൽ, എന്തൊക്കെ? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിങ്ങും.
ഓക്കെ. സോ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരികയാണെങ്കിൽ വി ഹാവ് ടു ഡു സെർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കൺസ്യൂം ചെയ്ത ഈ ഒരു സ്റ്റേഷനറി എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്ന എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ഫിഗറാണ് നമ്മൾ എവിടെ ഡെബിറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ട്? സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സപ്പോസ് ഇമാജിൻ ദാറ്റ് there is no other information regards to opening and closing stock of stationaries. അങ്ങനെയാണെങ്കിലോ we are nothing to worry. We can directly debit it to income and expenditure account. Right. So no further calculations, addition or deduction or something not necessary in this case. Suppose this opening and closing stock is given in addition, in extra, we have to do certain calculations and we have to find the amount of stationery to be debited to income and expenditure account. Okay, so I will give you a question regards to this stationery and it will be clear from that problem itself, right? Okay, so that's all about the items that we need to deal while doing the final accounts of not for profit organizations. Clear? So the last item നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത്, അതായത് ഈ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഐറ്റംസ് ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ് അല്ലേ. അപ്പോൾ അതിൽ അവസാനമായിട്ട് പറയാനുള്ളത് സ്റ്റേഷനറീസ്. ഓക്കെ, സ്റ്റേഷനറി. സ്റ്റേഷനറി. സോ എന്താണ് സ്റ്റേഷനറി? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുന്ന ആളുകളാണ് അല്ലേ. പേന, പേപ്പർ, അല്ലെങ്കിൽ ചാർട്ട്, അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കട്ടിംഗ് ബ്ലേഡ്, അല്ലെങ്കിൽ ഗമ്മ്. സോ ഇത്തരത്തിലുള്ള എല്ലാ ഐറ്റംസിനെയും അല്ലെ, നോട്ട്സ് ബുക്ക്, അല്ലെങ്കിൽ റെക്കോർഡ് ബുക്ക്, അല്ലെ ജേർണൽസ്, ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? സ്റ്റേഷനറി എന്നാണ് പറയുക. അപ്പോൾ ഒരു ക്ലബിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന്, ക്ലബ്ബ് എന്ന് ഞാൻ എടുത്ത് പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വട്ട് എവർ മേ ബി ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അവരുടെ ഡേ ടു ഡേ വർക്കിങ്ങിൽ തീർച്ചയായിട്ടും നമ്പർ ഓഫ് സ്റ്റേഷനറി എക്സ്പെൻസസ് വിൽ ബി ദെയർ. ഓക്കെ, ഈ സ്റ്റേഷനറി എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാൽ സോ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഓക്കെ, നമ്മൾ എവിടെയാണത്, ഏത് ഫൈനൽ അക്കൗണ്ടിലാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത് എന്നാണ്. ഓക്കെ, സോ നമ്മുടെ ലോജിക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാവും സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു ചിലവാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിലാണ് തരിക. അപ്പോൾ നമ്മൾ അതിനെ യൂഷ്വൽ കേസിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് ആഡ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലേ. എക്സ്പെൻഡിച്ചർ സൈഡിൽ ഓക്കെ. ഓക്കെ, സോ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൂടുതൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ദാറ്റ് ഈസ് സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് ഡെബിറ്റ് ചെയ്യും, ബീയിങ് ഇറ്റ്സ് എൻ എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂഷ്വൽ പ്രാക്ടീസ്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇൻ കേസ് ഈ സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നൽകുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ഈ സ്റ്റേഷനറി ഐറ്റംസും ഉണ്ടാവും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഇൻ അഡീഷൻ എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് ആ ഒരു സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, വി ഹാവ് ടു ഡു സർട്ടൻ കാൽക്കുലേഷൻസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി വാല്യൂ ഓഫ് സ്റ്റേഷനറി ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള സ്റ്റേഷനറിയുടെ കൂടെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ ഉപയോഗിക്കാതെ ബാക്കിയുള്ള ആ ഒരു ഐറ്റം, അതിന് പറയുന്ന പേരാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വർഷത്തേക്ക്, ഈ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് എത്രയാണോ സ്റ്റേഷനറി കൺസ്യൂം ചെയ്തത് അല്ലെങ്കിൽ മേടിച്ചത് ആ എമൗണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് എത്രയാണോ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അത് നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. ആക്ച്വലി അതാണ് നമ്മുടെ സ്റ്റേഷനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ ഐറ്റംസിൻ്റെ ഒക്കെ തിയറിയാണ് നമ്മൾ പറഞ്ഞത്, തിയറിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യും. ഓക്കെ, അപ്പോൾ ഐ വിൽ ഗിവ് യു എ കേസ് റിഗാർഡിങ് സ്റ്റേഷനറി. ഓക്കെ, ഈ സ്റ്റേഷനറി ഐറ്റമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. സോ നമ്മൾ സ്പെഷ്യൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതായത് ടൂർണമെൻറ്റ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, അല്ലെങ്കിൽ ആർട്സ് ഫണ്ട്, മീൻസ് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന ഫണ്ട്. അത് വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. സോ ലെറ്റ് us ഡിസ്കസ് എ പ്രോബ്ലം, എ കേസ് റിഗാർഡിംഗ് വിത്ത് എ special fund. Okay, so please read the question very carefully, then we can do the work. Okay, we can find the solution for that problem, right? See, നിങ്ങളിപ്പോൾ കാണുന്ന ചോദ്യം അത് വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ളത്, ഷോ ദി ഫോളോയിങ് ഇൻഫർമേഷൻസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്, കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ സി ദ ഡീറ്റെയിൽസ് ദെയർ. ദാറ്റ് ഈസ് മാച്ച് എക്സ്പെൻസ്. ആദ്യം തന്നിരിക്കുന്നത് മാച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളാണ്. എത്ര എമൗണ്ട്? ഇറ്റ് വിൽ ബി 16,000, 16,000 രൂപയാണ് മാച്ച് എക്സ്പെൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം ഈസ് മാച്ച് ഫണ്ട് അല്ലേ? എത്ര എമൗണ്ട്? 8,000, റൈറ്റ്? സോ ദ നെക്സ്റ്റ് ഐറ്റം ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡൊണേഷൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ഫണ്ടാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മാച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൊണേഷനാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എടുക്കുക എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ അത്തരത്തിലുള്ള ഡൊണേഷൻ ഒരു എമൗണ്ട് ഒരു 5,000 കാണുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. അതായത് നമ്മളിപ്പോൾ IPL ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് ഓരോ സീറ്റും നമ്മൾ റിസർവ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, കാണികളുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസ, അതാണെന്ത്? സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. അതൊരു 7,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കേസ്, ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏത് അക്കൗണ്ടിലാണ് ഇത് കൺസിഡർ ചെയ്യുക, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ ഫണ്ടിൽ ദാറ്റ് ഈസ് മാച്ച് ഫണ്ട്. ഓക്കെ, മാച്ച് ഫണ്ട് എന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, കൃത്യമായിട്ട് റീഡ് ചെയ്തു. അപ്പോൾ അതിലുള്ള ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അക്കൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം. ഓക്കെ, സോ നമുക്കറിയാം സ്പെഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ മാച്ച് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് അറ്റ് ദ ടൈം ഓഫ് ഡ്രോയിങ് ദി ബാലൻസ് ഷീറ്റ്. എപ്പോഴാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എവിടെയാണ് വരിക? ബാലൻസ് ഷീറ്റിലാണ് വരിക. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ് എന്ത്? സ്പെഷ്യൽ ഫണ്ട്. വേറെ എവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? അല്ലെങ്കിൽ മാച്ച് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2019 അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ എഴുതുന്നില്ല, അതങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ്. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ്, റൈറ്റ്? സോ ഈ ഒരു സൈഡ് എപ്പോഴും എന്തായിരിക്കും? ലാബിലിറ്റീസ്, നമ്മുടെ ബാധ്യതകളാണ് അല്ലേ? ഫേമിൻ്റെ ബാധ്യതകൾ. സോ അതിൻ്റെ എമൗണ്ട്. ദെൻ അസറ്റ്സ്, അതിൻ്റെ എമൗണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് മാച്ച് ഫണ്ട് ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു, തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞു സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ദെയർ ആൻഡ് വി ഹാവ് ടു കൺസിഡർ വാട്ട് റോൾ ദി മാച്ച് എക്സ്പെൻസ് ആൻഡ് വാട്ട് അബൌട്ട് ദി ഡൊണേഷൻ റിസീവ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പർപ്പസ് ആൻഡ് വാട്ട് അബൌട്ട് ദി ഇൻകം. ഓക്കെ, ഞാൻ പറഞ്ഞു ആ ഒരു ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ഇൻകം ആണെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മളെവിടെ കാണിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളെ, ആദ്യം ഞാൻ എഴുതാൻ പോകുന്ന ഐറ്റം മാച്ച് ഫണ്ടാണ്. മാച്ച് ഫണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് 8,000. ഓക്കെ, നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് ചെയ്യുന്നില്ല, നമ്മൾ വിത്തിൻ ദിസ് ലാബിലിറ്റീസ് കോളത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ആ ഫൈനൽ ഫിഗറാണ് നമ്മൾ എവിടത്തേക്ക് എടുക്കുന്നത്? ഈ ഔട്ടർ കോളത്തിലേക്ക് എടുക്കുന്നത്, റൈറ്റ്? സോ മാച്ച് ഫണ്ട് 8,000. ഇനി ഇതിനോട് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്? ഞാൻ പറഞ്ഞു വാട്ട് എവർ മേ ബി ദ ഇൻകം റിഗാർഡ്സ് ടു ദാറ്റ് സ്പെഷ്യൽ ഫണ്ട് ഷുഡ് ബി ആഡഡ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഡൊണേഷൻ കാണുന്നില്ലേ? ഡൊണേഷൻ എന്തായിരുന്നു ഡൊണേഷൻ?
അപ്പോൾ ആളുകൾ വിൽഫുള്ളി നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് തരുന്ന എമൗണ്ട് അതിനാണ് എന്ത് ഡൊണേഷൻ. അപ്പോൾ ഈ മാച്ച് ഫണ്ടിലേക്ക് ഒരു 5,000 rupees ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദിസ് മാച്ച് ഫണ്ട്. അപ്പോൾ അത് മാച്ച് ഫണ്ടിൻ്റെ ഭാഗമാവുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ദർ ആർ സെയിൽ ഓഫ് ടിക്കറ്റ്സ്. അതായത് നമ്മുടെ മാച്ച് കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ, അവർ ചുമ്മാ അങ്ങനെ വെറുതെ ഓസിന് വന്നിട്ട് കണ്ടിട്ട് പോവല്ലേ ചെയ്യുന്നത്. നമ്മൾ അവരുടെ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നു? നമ്മൾ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പണം കളക്ട് ചെയ്യുന്നു. നമ്മുടെ ഇൻകമാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇൻകമാണ്? യെസ്, ദാറ്റ് ഈസ് മാച്ച് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകമാണ്. ഈ ഇൻകം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഡൊണേഷൻ നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, സെയിൽ ഓഫ് ടിക്കറ്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്യും. ഇനി എന്താണ് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ളത്? ദർ ആർ സർട്ടൻ എക്സ്പെൻസസ് റിഗാർഡ്സ് ടു മാച്ച് അല്ലേ. അതായത് മാച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ചില എന്താ പറയുക, ഈ നടത്തിപ്പ് ചിലവുകൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മീൻസ് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ടും അതേപോലെ തന്നെ മീൻസ് അതിൻ്റെ പന്തലിടുന്നതിനും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും അല്ലേ, അനൗൺസിങ്ങിനും ഒക്കെ ഇതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? റഫറീസ് ഓഫ് കോഴ്സ് അല്ലേ. സോ ഇവർക്കൊക്കെ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. അതിനെയാണ് നമ്മൾ മാച്ച് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്പെഷ്യൽ ഫണ്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് എവർ ദി എക്സ്പെൻസ് റിഗാർഡഡ് ടു എ സ്പെഷ്യൽ ഫണ്ട് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി സ്പെഷ്യൽ ഫണ്ട് ഇറ്റ് സെൽഫ്. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഡെബിറ്റിംഗ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് നമ്മൾ എവിടെ നിന്ന് തന്നെ ഡിഡക്റ്റ് ചെയ്യണം? സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ ഒരു എമൗണ്ട് മാച്ച് എക്സ്പെൻസ് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഇനി നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ മാച്ച് ഫണ്ട് എന്ന് നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിന് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാം. സോ ഡൊണേഷൻ, എത്ര എമൗണ്ട്? ഡൊണേഷൻ വാസ് 5,000. ഓക്കെ, സോ ഇനി ആഡ് ചെയ്യേണ്ടത് സെയിൽ ഓഫ് ടിക്കറ്റ്സ് ആണ്. ഓക്കെ, സെയിൽ ഓഫ് ടിക്കറ്റ്സ് വാസ് 7,000. സെയിൽ ഓഫ് ടിക്കറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് വാസ് 7,000. ഓക്കെ, സോ വാട്ട് വിൽ ബി ദി എമൗണ്ട്? സോ ഇറ്റ് വിൽ ബി 20,000. ഓക്കെ, ഓക്കെ 20,000. ആൻഡ് ഈ 20,000-ൽ നിന്ന് നമുക്ക് എത്ര ഡിഡക്റ്റ് ചെയ്യാനുണ്ട്? That is all the expenses related with the match. മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ ആ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? ഈ ഒരു മാച്ച് ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെസ് മാച്ച് എക്സ്പെൻസ്. എത്ര മാച്ച് എക്സ്പെൻസ് വരുന്നത്? ദാറ്റ് ഈസ് 16,000. ഓക്കെ, സോ 16,000. അപ്പോൾ ഈ 20,000-ൽ നിന്ന് 16,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാച്ച് ഫണ്ടിൽ ഇപ്പോൾ എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ടാവും? ദാറ്റ് വിൽ ബി 4,000. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് ലാബിലിറ്റീസ് പിന്നെ വരാനുണ്ട്. ഓക്കെ, സോ അതൊക്കെ അവിടെ ഉണ്ടാവും ഓഫ് കോഴ്സ്. നമ്മുടെ അസറ്റായിട്ടും അതേപോലെ തന്നെ വേറെ ലാബിലിറ്റീസ് ആയിട്ടൊക്കെ ഇതിലുണ്ടാവും. സോ അതിൽ ഈ ഒരു ഐറ്റം മാച്ച് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ മാച്ച് ഫണ്ട് എന്നിട്ട് ഒരു ഐറ്റം തരികയും അതിൽ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റും തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ആ ഒരു മാച്ച് ഫണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ക്ലിയർ അല്ലേ? അപ്പോൾ അത് മാച്ച് ഫണ്ട് ആദ്യം എഴുതുന്നു. വാട്ട് ഓൾ ദി ഇൻകം റിഗാർഡ്സ് ടു ദാറ്റ് മാച്ച് അല്ലേ? ആ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്? വാട്ട് ഓൾ ദി ഇൻകംസ് അല്ലേ? ഒരു ഡൊണേഷൻ തന്നു ഒരാൾ അല്ലേ, ഒരാളോ മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ പിന്നെ സെയിൽ ഓഫ് ടിക്കറ്റ്സ്, നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് നമ്മൾ വിറ്റുകൊണ്ട് ഫണ്ട് റേസ് ചെയ്തു, അത് നമ്മൾ ആഡ് ചെയ്തു. അതിന് എന്ത് കുറച്ചു? എക്സ്പെൻസുകൾ കുറച്ചു. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും എവിടത്തേക്ക് എടുക്കാൻ പാടില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ രണ്ട് ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യാനും ഈ ഒരു എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസും ഇൻകം ആണ്? നമ്മുടെ സ്പെഷ്യൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാച്ച് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസും ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ 4,000 rupees നമുക്ക് എന്ത് വരും? ലാബിലിറ്റീസ് ആയിട്ട് ബാലൻസ് കാണും. ക്ലിയർ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. And so how this match fund or special fund, whatever may be the special fund, okay, so we can
do one more question in this regards. Okay, a variety question. Okay, right. അപ്പോൾ നമ്മൾ നേരത്തെ സ്പെഷ്യൽ ഫണ്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇൻ കേസ് ആ സ്പെഷ്യൽ ഫണ്ട് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ നെഗറ്റീവ് എമൗണ്ട് നമുക്ക് ആ സ്പെഷ്യൽ ഫണ്ടിൽ ഇങ്ങനെ കാണിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡ്, അല്ലേ? എക്സ്പെൻഡിച്ചറായിട്ട് ആ ഒരു വർഷത്തെ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു കേസാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, all other things remain the same, ബാക്കിയെല്ലാം ഒരേപോലെ, but there is a change with the match expense. Match expense is raised by 6,000. Match expense is raised by 6,000. അപ്പോൾ 16,000 എന്നുള്ള മാച്ച് എക്സ്പെൻസ് എത്രയായിട്ട് വന്നു? 22,000 ആയി. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഒന്ന് വേഗം നമുക്കൊന്ന് അതിലേക്ക് വരാം. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ദാറ്റ് ഈസ് മാച്ച് എക്സ്പെൻസ് വാസ് 22,000, match fund is 8,000, donation is 5,000, then sale of tickets is 7,000 as it is in the case of previous case, right? So balance sheet. Okay, so balance sheet പെട്ടെന്ന് വരക്കാണ്. Right, so liabilities, amount, assets, amount. ഓക്കെ, സോ ഇതിൽ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ഫണ്ട് മാച്ച് ഫണ്ട് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാണ്? ലയബിലിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മാച്ച് ഫണ്ട്, സോ ഇറ്റ്സ് അമൗണ്ടഡ് ടു rupees 22,000. സോറി, മാച്ച് ഫണ്ട് വാസ് 8,000, റൈറ്റ്? ഓക്കെ, സോ വാട്ട് ആർ ഓൾ ദി തിങ്സ് ഷുഡ് ബി ആഡഡ് ടു ദിസ് മാച്ച് ഫണ്ട്? എന്തൊക്കെ ആഡ് ചെയ്യണം? നമുക്ക് ഡൊണേഷൻ ആഡ് ചെയ്യാണ്ട്, സെയിൽ ഓഫ് ടിക്കറ്റ് ആഡ് ചെയ്യാണ്ട്. ഓക്കെ, സോ വേഗം നോക്കാം. ദാറ്റ് ഈസ് ഡൊണേഷൻ 5,000, സെയിൽ ഓഫ് ടിക്കറ്റ്സ് 7,000, so it will be 20,000. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളത്? നമുക്ക് മാച്ച് എക്സ്പെൻസുകൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ സം ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. സോ മാച്ച് എക്സ്പെൻസ്, so the amount is 22,000. So what will be the amount of match fund? It will be negative 2,000. ഇങ്ങനെ നമുക്ക് അതിൽ കാണിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ കാണിക്കാതെ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകും? ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് ആ ഒരു വർഷത്തെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കും. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ റിഗാർഡഡ് വിത്ത് ദി മാച്ച് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐറ്റത്തെ നമ്മൾ എന്താ ചെയ്യുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, വിച്ച് മീൻസ് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോകും. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് this 2,000 is transferred to income and expenditure account. Okay, this 2,000 is transferred to income and expenditure account. അതിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ ഇതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് കേസ് എന്ന് പറഞ്ഞത്. നമ്മൾ അത് തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് സാധ്യത ഉള്ളത്? മാച്ച് ഫണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകത്തേക്കാൾ കൂടുതൽ എന്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, മാച്ച് റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ദാറ്റ് വിൽ ബി ദി കേസ് ഓഫ് നെഗറ്റീവ്. സോ ഡിയർ ഫ്രണ്ട്സ്, സോ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ് എൻഡോമെൻറ്റ് ഫണ്ട്, എൻഡോമെൻറ്റ് ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് അത് ഏത് ടൈപ്പ്, അതായത് മെയിൻ്റനൻസ് പർപ്പസ് ആണോ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ആണോ, അത് രണ്ട് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അതേപോലെ നമ്മൾ അവസാനമായിട്ട് സ്റ്റേഷനറീസിൻ്റെ കേസ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ ഫണ്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഒരു ഇഷ്യൂ അല്ലേ, കേസ്. ഓക്കെ, അതിൽ നെഗറ്റീവ് കേസ് വരുന്നതും അത് നെഗറ്റീവ് വരുന്ന പോർഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി. സോ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് മീ, റൈറ്റ്?